ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗറും ഗോകുലം ഗോപാലനും ചേർന്ന് നൽകി. കേരള യാത്രയ്ക്ക് കായംകുളത്ത് നൽകിയ സ്വീകരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിലായിരുന്നു പുരസ്കാരദാനം. ശ്രീനാരായണ ഗുരു സാഹോദര്യ പുരസ്കാരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗറും ഗോകുലം ഗോപാലനും ചേർന്ന് നൽകി. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നയിക്കുന്ന കേരള യാത്രയ്ക്ക് കായംകുളത്ത് നൽകിയ സ്വീകരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിലായിരുന്നു പുരസ്കാരദാനം. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു അവാർഡ് എനിക്ക് നൽകിയപ്പോൾ അതിന്റെ അർത്ഥം എല്ലാ മതങ്ങളും നമ്മൾ സ്വീകരിച്ചു കൊള്ളണം എന്ന് അല്ല. അതേ സമയത്ത് നമ്മൾ ഇതുവരെ കേട്ടതുപോലെ നമ്മുടെ ഇന്ത്യ രാജ്യം മുസ്ലിങ്ങളും ക്രൈസ്തവർ, ജൂതന്മാർ ചുരുക്കം, ഹൈന്ദവർ, അതുപോലെ ജൈനൻ തുടങ്ങി നിരവധി മതത്തിൻ്റെയും തീരെ മതമില്ലെന്ന് പറയുന്ന ആളുകളുടെയും ഒരു കൂട്ടമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. അതിൽപ്പെട്ട ഒരു സ്റ്റേറ്റാണ് നമ്മുടെ കേരളം. അപ്പം നാം ഇത് പഠിച്ചിരിക്കണം. നാം എന്ത് ചെയ്യുന്നുവെങ്കിലും ഇസ്ലാം മതത്തിൽ അതിൻ്റെ വിധി എന്താണ് എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. പഠിക്കാതെ അറിയാതെ ഒന്നും ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഈ മുദ്രാവാക്യം വ്യക്തത്തിൽ തന്നെ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയല്ലോ. നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം പൊളിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ആളുകളുണ്ട്. അതുപോലെ അവരുടെ ഗുണം എടുത്തു പറയുമ്പോൾ മറ്റുള്ളവരെ താഴ്ത്തി പറയുക, അങ്ങനെ സ്വഭാവം ചിലർക്കുണ്ട്. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. തീവ്രവാദം എല്ലാ മതത്തിലുമുണ്ടെന്നും അതിന്റെ പേരിൽ ഒരു മതത്തെ മാത്രം ആക്ഷേപിക്കുന്നത് ബുദ്ധിയല്ല എന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. മികച്ച വിദ്യാഭ്യാസം നൽകിയാലേ നല്ല തലമുറയെ വളർത്തിയെടുക്കാൻ സാധിക്കൂവെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ മതങ്ങളും ഒന്നു തന്നെയാണ് എന്ന് കാണിക്കുന്ന ഒരു സിദ്ധാന്തമാണ് അബൂബക്കർ മുസ്ലിയാരോട് പറയുന്നത്. എല്ലാവരും സംസാരിക്കുന്നത് അത് കണ്ടാണ്. കാരണം നമ്മളെ ഈശ്വര വിശ്വാസികളാണ് എല്ലാവരും. പ്രപഞ്ചത്തിലെ അവാച്യമായ ഒരു ശക്തി നമ്മളെ നിയന്ത്രിക്കുന്നുണ്ട്. ആ ശക്തിയാണ് ദൈവം എന്ന് വിശ്വസിക്കുന്നവരാണ്. അത് നമ്മൾ അമ്മയിൽ കൂടി കാണാം, നമ്മൾ അപ്പനിൽ കൂടി കാണാം, അല്ലെങ്കിൽ മത ആചാര്യന്മാരിൽ കൂടി കാണാം, ആരെ വരും കാണാം. അത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് ഓരോരോ മതസ്ഥര സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ഇടപെടാൻ പറ്റും. ഇവിടെ തന്നെ നിസ്കാരം ഇപ്പോൾ നമ്മൾ ഏറ്റവും ഞാൻ ആശ്ചര്യപ്പെട്ട ഒരു കാര്യമാണ്. ഏറ്റവും മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നിസ്കാരം. നമുക്ക് ചില ഒരു 10 നിമിഷങ്ങൾ ചിലപ്പോൾ ചില ആൾ എന്തിനാണെന്ന് വിചാരിച്ചാലും നമുക്കറിയാം ഒരു മത പണ്ഡിതന്റെ, അതായത് ആത്മീയ ചിന്തയുടെ ഒരു തീവ്രമായ ചിന്തയുടെ ഒരു ആവരണമാണ് ഈ നിസ്കാരം. കാരണം 5 നേരം നിസ്കരിക്കുന്ന ഒരാൾക്കും ഏത് മതസ്ഥരായി നമസ്കരിച്ചാൽ അവന് ഒരു അസുഖങ്ങളും ഉണ്ടാവില്ല. CD Net ന്യൂസ്, കായംകുളം.